നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് നിധി തേടി പുരാവസ്തു വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കിണറ്റിലിറങ്ങി 5 പേർ അറസ്റ്റിലായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. ഇവർ സഞ്ചരിച്ച 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുമ്പള ആരിക്കാടി കോട്ടയിലെ ഉപയോഗശൂന്യമായ കിണറ്റിലായിരുന്നു ഇവർ നിധി കുഴിക്കാൻ ഇറങ്ങിയത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കബാർ ഉൾപ്പെടെ 5 പേരാണ് കുമ്പള പോലീസിന്റെ കസ്റ്റഡിയിലായത്. ശബ്ദം കേട്ടുവന്ന പരിസരവാസികളാണ് ആദ്യം സംഭവം അറിഞ്ഞത്. ഈ ശബ്ദം എന്താണെന്ന് കേട്ട് എത്തിയ പരിസരവാസികൾ നോക്കിയപ്പോൾ കിണറ്റിൽ 2 പേർ മൺവെട്ടി ഉപയോഗിച്ച് കിളയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നാട്ടുകാരെ കണ്ടതോടെ കിണറ്റിന്റെ സമീപത്ത് നിന്നവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതോടെ ഇവരെ പിടികൂടി കുമ്പള പോലീസിനെ ഏൽപ്പിച്ചു. പിടിയിലായവരെ മുൻകരുതൽ അറസ്റ്റ് ചെയ്ത് വിട്ടേക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ KM മുജീബ് റഹ്മാൻ, മൊഗ്രാൽ പുത്തൂർ പാൽത്തൊട്ടി MA ഹൌസിലെ KA മുഹമ്മദ് ജാഫർ, പാലക്കുന്ന് ചിറമൽ ഹൌസിലെ അജാസ്, മടിക്കൈ കുട്ടപ്പുന ഷഹദ് മനസ്സിലെ NK സഹസുദ്ദീൻ, മൂളിയാർ നെല്ലിക്കാട് ഹൌസിലെ മുഹമ്മദ് ഫിറോസ് എന്നിവരാണ് അറസ്റ്റിലായത്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയ്ക്കരികിലെ പുരാതനമായ ആരിക്കാടി കോട്ടയിലെ കിണറ്റിലാണ് നിധി കണ്ടെത്താനായി സംഘം തൊഴിലാളികളെ ഉപയോഗിച്ച് മണ്ണ് കിളച്ചത്. വെള്ളമില്ലാത്ത കിണറിൽ കിളയ്ക്കുന്ന ശബ്ദം കേട്ട ചിലർ സ്ഥലത്തെത്തി പരിശോധിക്കുകയായിരുന്നു. ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് കൂടുതൽ പേരെത്തി സംഘത്തെ തടഞ്ഞു. തുടർന്ന് കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ, SI K ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി സംഘത്തെ സ്റ്റേഷനിലെത്തിച്ചു. ദേശീയപാത വികസനത്തെ തുടർന്ന് കോട്ടയിലെത്താനുള്ള റോഡുകൾ അടഞ്ഞ നിലയിലായിരുന്നു. അതിനാൽ കോട്ടയിൽ സഞ്ചാരികൾ എത്തുന്നതും വളരെ കുറവായിരുന്നു. കോട്ടയുടെ മിക്കയിടങ്ങളിലും പാഴ്ചെടികൾ വളർന്നിരുന്നു. ഇത് സംഘത്തിന് സഹായകമായി മാറി. നിധിവേട്ടയാണ് സംഘം നടത്തിയത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള പ്രതികരണമാണ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ നടത്തിയത്. നിലവിൽ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേർന്നതിനാണ് അറസ്റ്റ് ചെയ്തത്. പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷം ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കുമെന്നും ഇൻസ്പെക്ടർ വ്യക്തമാക്കി. കണ്ണൂരിൽ ഈയിടയ്ക്ക് സമാനമായി കുടുംബശ്രീ പ്രവർത്തകർക്ക് നിധി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഘത്തെ ഇവിടത്തേക്ക് പറഞ്ഞയച്ചത് എന്നാണ് വിവരം. അതേസമയം ഈയിടയ്ക്കായിരുന്നു തൊഴിലുറപ്പ് ജോലിക്കിടെ കണ്ണൂർ ചെങ്ങളായിൽ തൊഴിലാളികൾക്ക് നിധി കിട്ടിയത്. സ്വർണ്ണ നിധിയായിരുന്നു കിട്ടിയത്. റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി നിർമ്മാണത്തിനിടെയായിരുന്നു ഏറെ പഴക്കം തോന്നിക്കുന്ന നിധി കുംഭം കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത് കോടതിയിലേക്ക് മാറ്റിയ നിധിയിൽ പുരാവസ്തു വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. 3/4 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴായിരുന്നു നിധി കുംഭം പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം ബോംബെന്നാണ് ഇവർ കരുതിയത്. പിന്നെ ധൈര്യം സംഭരിച്ച് പൊട്ടിച്ചു നോക്കി. അകത്തെ കാഴ്ച കണ്ട് തൊഴിലാളികൾ നടുങ്ങിപ്പോയി. നിരവധി വെള്ളി നാണയങ്ങളും സ്വർണ്ണ പതക്കങ്ങളും സ്വർണ്ണ മുത്തുകളും ലോക്കറ്റുകളുമായിരുന്നു അതിലുണ്ടായിരുന്നത്. വീട്ടിൽ കൊണ്ടുപോയ തൊഴിലാളി സുലോചന കൂടോത്രം എന്ന് കരുതി പേടിച്ച് അകത്ത് കയറ്റിയില്ല. പിന്നെയാണ് പോലീസിൽ അറിയിച്ചത്. മാത്രമല്ല ആ സ്ഥലത്ത് നിന്ന് തന്നെ പിന്നീട് 5 വെള്ളി നാണയങ്ങളും 2 സ്വർണ്ണ മുത്തുകളും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. 18ാം നൂറ്റാണ്ടിലെ ആഭരണങ്ങളാണ് ഇതെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. 100 വർഷമായി കൈവശമിരിക്കുന്ന സ്ഥലമാണെന്നാണ് ഉടമ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.